ഈ പിണ്ണത്തെ കൂടെ വീലങ്ങ് കയറ്റിയാലേ ചക്കപ്പഴം പോലെ ചൊളചാടും പുറത്ത്. പണ്ടാറം വാങ്ങവൻ വെടിപൊട്ടിച്ചു. തെർമൽ ദേവ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്റെ അപ്പൻ പണ്ടാരൻ നമുക്ക് വഴക്കിന് വന്നപ്പോൾ നമ്മൾ ആ സ്ഥലം വിട്ടു തൊലച്ചു. നിനക്ക് വെടികൾ പൊട്ടിക്കരുതെന്ന് പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ സ്ഥലം വിൽക്കരുതെന്ന് പറയാൻ പറ്റുമോ പണ്ടാറം? இது என் அண்ணா, நியாயத்துக்கு கடவுள். என்ன கருப்பையா, இது ரொம்ப அக்கிரமமா இருக்கு. அக்கிரமம் செஞ்சவன் கைதாமா இது. அவனை தட்டி கேட்கறதுக்கு நம்மள மாதிரி போலீஸால முடியாது. இவன் கை வெட்டுறதுக்கு இந்த ஊர்ல ஒரப்புள்ள ஒரே ஒரு ஆம்பளை மட்டும்தான் இருக்கு. நான் தான் பெருமாளுங்க. முண்டா பெருத்த பெருமாள். முண்டா அவ்வளவு பேர் சொன்ன இல்ல. தம்பி, இந்த ஜேசிபி இருக்கான்ல, எனக்கு ஒரே ஒரு விஷயத்துல அவனை பிடிச்சது. என்னன்னு தெரியுமா? நம்ம ஊர்ல அந்த ஆனமுக்கு வண்டி இருக்குல்ல, முதலா ஊருக்கு ஓட்டிட்டு வந்த இவன் தான். அது என்னடான்னா, அந்த மூக்கு பார்த்து மயங்கி போன பழுங்கு அவன் மூக்கு மேல ஏறிட்டா, இவன் என்னடான்னா என் மூக்கு முன்னாடி நின்னுட்டு உங்க தங்கச்சி நான் நேசிக்கிறேன் அந்த ஒரே ஒரு கேள்வியில ஒரு கரண்ட் இருந்து பாத்தீங்களா, நம்மளை டச் பண்ணிட்டுங்க. வாங்க மாப்பிள, அவ்வளவுதான் கூப்பிட்டேன். ஆமா ஆமா, இவனுக்கு ஒரு பிரச்சனை வரும்போது அண்ணனுக்கு வராதிருக்க முடியுமா? ഇതെന്താണ് അതിന്റെ കാതില്? കുടിച്ചി പട്ടിയുടെ പല്ലോ? പട്ടിയുടെ പല്ലല്ലടാ, മനുഷ്യന്റെ പല്ല. ഇത് ഞാൻ ഊരും നിന്നെ കുഴിയിൽ വെക്കണമെന്ന്. ഇപ്പൊ നീ പോനെ. ഇപ്പൊ ഈ പാറമട എന്റെ പേരില. നിന്റെ അപ്പൻ കുഞ്ഞു മിശിയ വരട്ടെ, അപ്പൊ ഞാൻ പറയാം. தம்பி, நம்ம ஊரு அக்கம் பக்கம். எங்க ஊர்ல மழை பெஞ்சா உன் கிணத்துல தண்ணி, உங்க ஊர்ல மழை பெஞ்சா என் கிணத்துல தண்ணி. மேட்டர் அவ்வளவுதான். நம்ம எல்லாம் ஜாலியா போலாமே. ஐயா, முண்ட பெருத்த பெருமாளே, அந்த தோல் சண்டை கொஞ்சம் கூட தமிழனுக்கு தெரிஞ்சது மலையாளிக்கு தெரிய வேண்டாமா? தம்பி புடிடா. இவன் பரவாயில்லையா? பழங்க, தம்பி நல்லா தான் வாசிக்கிறான் இல்ல, ஆனா கொஞ்சம் இடைஞ்சலா இருக்கு. ஆமா உண்டா, நான் கொஞ்சம் இடைஞ்சுதான் வாசிப்பேன். ஆகட்டும், பார்க்கலாம். பப்பாய் பப்பாய் அல்ல, பாப்போய். எப்படி? பா போ மாச்சி வருஷமா മനുഷ്യരുടെ മൂട്ടർ കണ്ടോ? വായ നോക്കി വെക്കുന്നു. എന്താ മൂപ്പിലാനെ? പോലീസ് സ്റ്റേഷന് മുമ്പ് കസേരയൊക്കെ രാജാപ്പാർത്ത്. പാറ വെടിവെക്കാൻ കോടതി വിലക്കിയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പോലീസും കൂടെ അറിഞ്ഞ് പതിവായി ആ കൃത്യം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ അനന്തരഫലം ഇന്നലെ സംഭവിച്ചു. എന്റെ അമ്പുവിന്റെ പെര നടുകുത്തി അവരുടെ നടും പുറത്ത് വീണു. അവനും ഭാര്യയും മക്കളും കുത്തിക്കെട്ടി ആശുപത്രി കിടക്കുന്നു. ചട്ടില്ലല്ലോ. നിങ്ങൾ ഏമാന്മാര് ചത്ത ശവപ്പെട്ടിക്ക് പിടിക്കുമ്പോഴല്ലേ വരൂ.
നടുറോഡിൽ മതിൽ കെട്ടി ന്യായം നടപ്പിലൊക്കെ വലിയ മൊയിലാളിയല്ലേ. നീതി ന്യായമൊക്കെ നടത്ത്. നിങ്ങളുടെ ഈ തിണ്ണപ്പടിക്ക് വന്ന് 100 വട്ടം കുഞ്ഞു പറഞ്ഞതാ അവൻ വീണ്ടും പാറവെടി തുടങ്ങിയെന്ന്. അത് കേട്ട് നിങ്ങളൊരു വണ്ടി വിടും, ചെട്ടി ഒരു പൊതിന് കിട്ടും, അതും വാങ്ങി കളസത്തിൽ ഇട്ടോണ്ട് ഇങ്ങോട്ട് വരും. നാണമില്ലടോ. എടോ പന്ന പറട്ടെ കളവാ, ഈ വേറെ കേട്ടു തരും കേട്ടോ. കുറുകുറു വെക്കുന്നടോ. ഒരു ഞെട്ടും കേട്ട കുഞ്ഞച്ചൻ ഇറങ്ങിയിരിക്കുന്നു. പോലീസുകാരത്ത് മറ്റേ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇച്ചായം പെശക വിട്ടേരെ ആണെങ്കി എന്നെ കയറ്റി വലിക്കും. അതെ, എന്റെ സർക്കാർ തനിക്ക് ശമ്പളം തരുന്നത് ചക്കര ഉണ്ട മേടിക്കാനല്ല. ന്യായം നടത്തേണ്ട കൈ തിന്മയുടെ പിച്ചയ്ക്ക് നീട്ടരുത്. കടക്കട പുറത്ത് പോലീസേ, തനിക്ക് പാലക്കാരെ അറിയില്ല. 940 ഉണക്ക് കപ്പയും ചുവന്ന് സ്വരാജ് ബസ്സേ കയറി ഈ മലയെ കുറിയേറി പാർത്തോടെ എന്റെ തന്ത കടുവയോടും കരടിയോടും മല്ലടിച്ച് കൈക്കോട്ടിറങ്ങാത്ത ഈ മുതുപാറയ്ക്കകത്ത് തമിഴടിച്ച് വെട്ടിക്കീറി അധ്വാനിച്ചുണ്ടാക്കിയവന്റെ കൈയായത്. അയ്യടി മനമേ, ഇത് തിരിക്കണേ. കൂടെ ചെറുക്ക 10 വർഷം കൂടെ നീ നിന്റെ അമ്മയുടെ ബലത്തെ അമ്മി ഞാൻ കുടിക്കണം. നീ വിളിച്ചില്ലേ നെടുങ്കണ്ടം കുഞ്ഞച്ചനെന്ന്? അതേടോ, അതാകുന്നതിന് മുമ്പ് കാട്ടുമൃഗങ്ങളുടെ ചോര വീണ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ മണ്ണിൽ ഞാൻ തീരെഴുതി. ഊട്ടായോൻ, ഉടമസ്ഥൻ, അവകാശി. ഈ ഇപ്പാപ്പനോട് കളിച്ചാലേ എന്റെ പുറങ്കാലിൽ ഒറ്റ അടി നിന്റെ പതപ്പിക്കട്ട് തന്ന ഇനി ഒരിക്കലും ഈ സ്റ്റേഷന്റെ വളപ്പിനകത്ത് മൂത്രിക്കില്ല. എന്താ നേരെ എന്നടാ മോനെ? നമ്മുടെ കുഞ്ഞിപ്പാപ്പ ആ പോലീസ് അമ്പൂന്റെ പുറത്ത് പെര വീണെന്ന് പറഞ്ഞപ്പോ ഇറങ്ങി പോടാന്ന് പറഞ്ഞ് രണ്ടു തള്ളി. എത്ര തള്ളിടവൻ? 1 2 3 തള്ളു. പാപ്പേ, തള്ളി ഇൻസ്പെക്ടറെ കുഞ്ഞിപ്പാപ്പ പെരുമ്പാമ്പ് വളയിട്ട് പിടിക്കണ പോലെ ഒരു പിടുത്താ പിടിച്ചിട്ട് പറയുവാ, പൂടെ ചെറുക്ക ഇത് പിടിക്കണേ 10 കൊല്ലം കൂടെ നീ അമ്മയുടെ വലത്തെ അമ്മ കുടിക്കണം. ഇനി എന്നാ പൊന്നാ, ഞാൻ നിന്റെ അപ്പൻ നീറ്റായിട്ട് കൈകാര്യം ചെയ്തില്ലേ? പാപ്പയെ, കുഞ്ഞിപ്പാപ്പയ്ക്ക് വണ്ടി വേണമെന്ന് ഇടുക്കിക്ക് പോവാനാ, പുതിയ കളക്ടറെ കാണാൻ. ജോപ്പാ, വണ്ടിയും കൊടുത്തരേ. പാപ്പോയെ, വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പറൊക്കെ ശരിയാക്കി വെക്കണ്ടായോ? വെറുതെ ഒരു 10-60 രൂപ കളഞ്ഞില്ലേ? അപ്പൊ ശരി, എന്നാ ഇറങ്ങട്ടെ. ഇത് ഇക്കയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ ബാക്കി എവിടുന്ന് ഒപ്പിക്കുന്ന 15-ാം തീയതി ഉറപ്പിട്ട് വെച്ചിരിക്കുക. എന്താ മോനെ ഒരു മാർഗം? നമ്മുടെ ആയിഷയുടെ നിക്കാഹ് ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. എന്തിനാണ് പൈസ? ഈ കിടക്കുന്നതിന് 2 ആനക്കണ്ടെടുത്ത് കല്യാണം നമുക്ക് ആനക്കണ്ടി എന്റെ ബാപ്പാടെ വക. എടാ, എനിക്ക് ശമ്പളം തരണവന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഞാൻ എങ്ങനെയാടാ അനക്ക് തരണത്? എന്താടാ അമ്മായിടെ മോനെ ഈ വഴിക്ക്? നോക്കടാ മുല്ലേ. നൃത്തസന്ധ്യ, ഊരാശാല ശിവക്ഷേത്രത്തിൽ നർത്തകിമായുടെ നൃത്തസന്ധ്യ. ഇത് നമ്മുടെ ആനിക്കവളല്ലടാ. എടാ മൾബറി, നമുക്ക് അവിടെ വരെ പോണ്ടേ? എന്റെ പൊന്നു കൂടപ്പറപ്പേ, നിന്നോട് ഒരു സഹവാസത്തിനും ഞാനില്ല. നീ 5 ഇഞ്ചിക്ക് വേണ്ടി എന്നെ ചട്ടുകാലെടുത്ത് കൊണ്ടുപോയി നാറിയല്ലടാ. അതെന്നാ കിട്ടിയ മോശമായിരുന്നടാ മൾബറി മോനെ. അവളാ പഞ്ചാരിക്ക് കുത്തിവെക്കുന്നുള്ളൂ നിന്നെ വെറും 6 കുളി പഷ്ണിക്കഞ്ഞാക്കില്ലടാ. അവള് കാരണം മുതുക്കിത്തള്ളയുടെ ചെരവക്കടി മേടിച്ചവരാ. ഇനി പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി നിന്റെ കൂടെ പെണ്ണ് കാണാൻ വരുന്ന പ്രശ്നമേ ഇല്ല. ഉറപ്പീര് വന്ന് മുതുകത്തി അറിയിക്കാൻ ഒരു ചാൻസ് പോയില്ലടാ. അയ്യോ, നമ്മള് ചക്കരയും പുക്കരയും അല്ലേടാ. സൂസി മോളെ കെട്ടിക്കാൻ ഒരു 35 തോമ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 50 ആക്കിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ, നമ്മുടെ മെൽബിൻ പ്ലൈവുഡ് ബ്രദേഴ്സിന്റെ 2 ബ്രദേഴ്സും ചത്ത് ദുബായിലിരിക്കുക. ആക്സിഡന്റ്. റോയൽ പെട്ടികളാവും 2 എണ്ണ. അത് കല്ലിക്കുന്ന് പള്ളിയിലോട്ടൊന്ന് വന്നോട്ടെ. തികയാത്ത 15 ഞാൻ അതേലുണ്ടാക്കും. അപ്പം 50 ആയോ?